ഈ ശ്രീ ആനന്ദ് കൊച്ചുകുടി നമുക്കിവിടെ യുവരാജ് ചൂണ്ടിക്കാട്ടിയ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. ഒന്ന്, സോളാർ കേസ് വന്നപ്പോൾ അത് പിന്നീട് പല കാര്യങ്ങളും അടിസ്ഥാനമില്ലാതെ തെളിഞ്ഞു. അന്ന് പ്രതിപക്ഷം ഉയർത്തിയ ഒരു പ്രതിരോധമുണ്ട്. അത് എന്താണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചത്? ആ മന്ത്രിസഭയെ എത്ര ആടി ഉലച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേസ് കൊടുക്കുമെന്നും അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യപ്പെടുമെന്നും ഒക്കെ പറഞ്ഞ പ്രതിപക്ഷം കോൺഗ്രസ് നേതാക്കളെ ഒന്നും ഇപ്പോൾ ആ വഴി കാണുന്നില്ല. അവർ ആ പണി നിർത്തിവെച്ച മട്ടാണ്. കാരണം ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അതുകൂടി ബലമാകുന്നുണ്ടോ, അല്ലെങ്കിൽ ആയുധമാകുന്നുണ്ടോ CPM-നും മുഖ്യമന്ത്രിക്കുമൊക്കെ ഈ വിഷയത്തിൽ? തീർച്ചയായും ഇവിടെ പ്രതിപക്ഷം വളരെ ദുർബലമാണ്. കേരളത്തിലെ പ്രതിപക്ഷം പ്രധാനമായിട്ട് UDF-ന്റെ കാര്യം, BJP അതിലും ദുർബലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം UDF-നും BJP-ക്കും ഒന്നും പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ CPM-ന് അത്ര വലിയൊരു അപ്രമാദിത്വമുണ്ട്. അത് അവർ ഭരിക്കാത്ത സമയത്ത്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവർ ഭരിക്കാത്ത സമയത്ത് പോലും അവരിവിടെ ഒരു സമാന്തര മെഷീനറി, സമാന്തര സർക്കാർ സംവിധാനം പോലെ അവരുടെ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും ബഹുജന പ്രസ്ഥാനങ്ങളും ഉപയോഗിച്ച് ഒരു പാരലൽ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത് അവർ ഭരണത്തിലിരിക്കുമ്പോൾ അത് എത്രമാത്രം ശക്തമായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ സോളാറിൻ്റെ സമയത്ത്, സോളാർ കേസ് ഉണ്ടായ സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് വരികയും 1,00,000 ആൾക്കാർ തിരുവനന്തപുരം നഗരത്തെ നിശ്ചലമാക്കുകയും പിന്നീട് അത് മറ്റ് ചില പ്രശ്നങ്ങൾ സാങ്കേതികമല്ല മറ്റ് ഭൗതികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം അത് പെട്ടെന്ന് ഒരു കോംപ്രമൈസ് ആക്കേണ്ടി വരികയും ഒക്കെ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. ഇനിയിപ്പോൾ നാളെ കോടതിയിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ വാക്കാലുള്ള പരാമർശങ്ങൾ ഉണ്ടാകും. ഇപ്പം നേരത്തെ ഇവിടെ ആരോ പറഞ്ഞല്ലോ, ഈ സീസറിൻ്റെ ഭാര്യ മാത്രമല്ല മകളും നിയമത്തിന് സംശയത്തിന് അതീത ആയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അതായത് 2014 ഒക്ടോബറിൽ അന്ന് KM മാണി രാജിവെച്ചത് ജസ്റ്റിസ് കമാൽ പാഷയുടെ വെറും ഇതുപോലെയുള്ള ഒരു പരാമർശത്തിന്റെ പേരിലാണ്. കമാൽ പാഷ ജസ്റ്റിസിനെ പിന്നീട് UDF ചാരനാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് സൈബർ അണികളൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തിലാണ് KM മാണി രാജിവെച്ചത്. നാളെ ഇനി ഇതുപോലെയൊക്കെയുള്ള പരാമർശങ്ങൾ എന്തെങ്കിലും കോടതിയിൽ 3 ഹിയറിങ്ങുകൾ നടക്കുന്നുണ്ട് നാളെ. ഒന്ന് ഷോൺ ജോർജിന്റെ പരാതിയിൽ ഇവിടെ കേരള ഹൈക്കോടതിയിൽ, KSIDCയുടെ പെറ്റീഷൻ ഇവിടെ ഹൈക്കോടതിയിൽ, വീണ വിജയന്റെ കേസ് കർണാടക ഹൈക്കോടതിയിൽ. ഈ 3 കേസിലും എന്തെങ്കിലുമൊക്കെ വാക്കാൽ പരാമർശം ഉണ്ടായാൽ അത് വെറും വാക്കാൽ പരാമർശമല്ലേ എന്ന് നാളെ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന CPM-ന്റെ വക്താക്കൾ, ഔദ്യോഗിക വക്താക്കൾ തന്നെ നാളെ ചാനലിൽ വന്നിരുന്ന് ഒരു എളുപ്പമില്ലാതെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ പ്രധാന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ നിയമവിദഗ്ധനായ അഭിലാഷുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞല്ലോ ഈ ആനുവൽ റിപ്പോർട്ടിന്റെ കാര്യം. CMR-ന്റെ ആനുവൽ റിപ്പോർട്ടിൽ അത് മനോരമ ഇന്ന് കൊടുത്തിട്ടുള്ള ഒരു പ്രധാന വിവരം ഇന്നത്തെ പത്രത്തിലുണ്ട്. അത് ഈ KSIDCയുടെ GM രവിചന്ദ്രൻ, അദ്ദേഹം ഒരേ സമയം KSIDCയിൽ നിന്നും CMR-ൽ നിന്നും ശമ്പളം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനോട് ചോദിച്ചപ്പോൾ അത് നിയമവിരുദ്ധമാണെന്നും പത്രത്തിൽ അവസാനം കൊടുത്തിട്ടുണ്ട്. ഈ രവിചന്ദ്രനെ മനോരമ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം ഉത്തരവൊന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിന് ഒരു റെസ്പോൺസ് കൊടുത്തില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ഒരേ സമയം KSIDCയിൽ നിന്നും CMR-ൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട്, ശമ്പളം വാങ്ങിച്ചിട്ടുണ്ട്. അത് പേറ്റന്റ്ലി ഇല്ലീഗലാണ്. അദ്ദേഹം അപ്പോൾ മന്ത്രി രാജീവൊക്കെ ഇതിനെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള, KSIDCക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പ്രേക്ഷകരെ ഞാനൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കാം. കാരണം ഇവിടെ ഈ മന്ത്രിമാരടക്കം ഈ കേസിനെ എങ്ങനെയാണ് നേരിടുന്നത്, സർക്കാർ സംവിധാനം മുഴുവൻ എങ്ങനെയാണ് ഈ കേസിനെ നേരിടുന്നത് എന്നൊന്ന് ആലോചിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഷോൺ ജോർജിന്റെ കാര്യം പറയുമ്പോൾ, ഈ ഷോൺ ജോർജ് BJP-യിൽ ചേരുന്ന ദിവസം ജനുവരി 31-നാണ് ഈ കേസ്. അദ്ദേഹത്തിന്റെ പിതാവ് PC ജോർജും ദില്ലിയിലുള്ള ദിവസമാണ് ഈ കേസ് SFIOയ്ക്ക് വിടുന്നത്. അത് ഇത്തിരി അത് തികച്ചും അസ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് ഷോൺ ജോർജോ അല്ലെങ്കിൽ BJP-യുടെ ഈ അന്വേഷണങ്ങൾ കേരളത്തിൽ പലതും, ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷൻ കേസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ട് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ BJPക്ക് പല കാര്യങ്ങളും ഉത്തരം പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അന്ന് പിറ്റേ ദിവസം ബജറ്റ് അവതരിപ്പിക്കാൻ തിരക്കുള്ള നിർമ്മലാ സീതാരാമന്റെ കേന്ദ്ര കമ്പനികാര്യ വകുപ്പ്
അന്ന് ഈ SFI അന്വേഷണം ഉത്തരവിടുന്നത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങളും ഇവിടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുന്നു. ശരി, ശ്രീ വസന്തൻകുമ്പള്ളി, അതാണ് ഈ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത